കൊച്ചു ഇനി കരയാൻ പാടില്ല. വയനാട്ടുകാർക്ക് മുക്കാലോളം ജനവും എനിക്കറിയാം, ഞാൻ ഇത് കേട്ടിട്ടുള്ളത്, ഞാൻ ന്യൂസ് കാണുന്നതാ, പത്രം വായിക്കുന്നതാ. മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോംവഴി വയനാട്ടിൽ വന്നിട്ടില്ല. വേറെ ഏത് രാജ്യത്ത് വന്നിട്ട് വയനാട്ടിൽ നിന്ന് ഈ ചെറിയ മലയാള പ്രദേശത്ത് വന്നിട്ടില്ല. അറിയോ, എന്റെ ഡാഡി ഇവിടെ 3 മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്റെ ഡാഡിയും കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അതിനെ അക്കരെ കയറ്റി വിട്ടു. പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇതിന്റെ പുറകെ ഓടിയത്. എന്റെ ചേട്ടൻ, എനിക്ക് വേറൊരു ചേട്ടായി, ആ ചേട്ടായി അടക്കം ചേട്ടായി മാറി. ചേട്ടായി ആന ഇളകിയത് കണ്ടപ്പോ ചേട്ടായി ഓടി, എന്റെ പുറകെ ഡാഡി ഓടി. ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ. എന്റെ ഡാഡിക്ക് പറ്റിയ കണക്ക് വയനാട്ടിലെ ഓരോ പുരുഷനും സ്ത്രീക്കും എനിക്ക് വാക്ക് വേണം, ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല. കാട്ടിൽ എത്രയോളം ഭക്ഷണങ്ങൾ കിടക്കുന്ന കാട്ടാനയ്ക്ക് വെള്ളമില്ലേ, പിന്നെ എന്തുകൊണ്ട് കാട്ടാൻ ഇവിടെ വന്നു? എന്റെ ഡാഡിക്ക് സംഭവിച്ച അത്ര ഒരു കാര്യം ഇനി ഇവിടെ നടക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വയനാട്ടിലുള്ള മുക്കാലോളം ഈ കാടുകളിൽ സംരക്ഷിക്കേണ്ടത് ഞാൻ പറയൂല. സംരക്ഷിച്ച ആനേനെ പുലിനെ എന്ത് വേണേ അവിടെ വളർത്താം, പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള രീതി ഉണ്ടാക്കിയത്. പപ്പയുടെ അനിയനാണ്. എന്തെങ്കിലും പരാതിയുണ്ടോ ഈ അച്ഛനെ എത്തിക്കാൻ വൈകിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്? എന്താ നമുക്ക് പറയാനുള്ളത്? നിങ്ങൾ ചോദിക്കേണ്ട എന്നോടല്ല, ആ ഹോസ്പിറ്റലുകാരോട്. എപ്പോഴാ ആളവിടെ എത്തിയെന്നും എപ്പോഴാ അവർ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴാ അവർ കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം. എന്റെ അറിവിൽ ഞാൻ എന്റെ ഫോണിലൊക്കെ കണ്ടതാ, വഴി മാറണമെന്നും പറഞ്ഞ് എപ്പം മെസ്സേജ് വന്നതാ. പക്ഷെ കൊണ്ടുപോയത് അപ്പോഴല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1:05 ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരാളെയും കാണിക്കത്തുമില്ല. ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ കൊടുക്കരുത്, അവിടെ നിർത്തരുത്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. എന്തിനാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം എന്റെ പപ്പ ജീവിച്ചില്ലേ? 2 മണി വരെ ഉണ്ട്. അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ മരിക്കുവോ? ഇല്ലല്ലോ. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവിടെ നിന്ന് മാറ്റണം. ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ ഒരു അറിവിൽ ഒരു ആന ചവിട്ടി അപ്പൊ തന്നെ ഒരാൾ മരിക്കും. അപ്പം മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അത് നോക്കണമായിരുന്നു. ഒരു ആനേനെയൊക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ, ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ? കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെ പോലെയല്ലേ ഒരു കൊച്ചു അവിടെ കിടന്ന് കരഞ്ഞ, എന്റെ പപ്പയ്ക്ക് വന്ന പോലെ വേറെ ഒരാൾക്ക് ഗതി വരരുതെന്ന്. എന്നിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് വന്നില്ലേ? കൃത്യസമയത്ത് ചികിത്സ കൊടുത്തില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കൊടുത്തില്ല. ചികിത്സ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. ഞങ്ങളോട് പറഞ്ഞു ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ഒരു സർജറി നടക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. സർജറി നടത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയായിരുന്നു. അപ്പൊ പറഞ്ഞു നടത്തിയിട്ടില്ല. ഇവിടുത്തെ CT സ്കാന്റെ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചപ്പോ ഇപ്പൊ നടത്തണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് അപ്പൊ തൊട്ട് പറയുന്ന 1/2 മണിക്കൂർ കഴിയുമ്പോ കോഴിക്കോട്ടേക്ക് മാറ്റൂന്ന്. ആ മാറ്റൂന്നുള്ളത് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓരോരുത്തർ പറഞ്ഞറിയാ ചെയ്തത്. ഒരു ഉത്തരവാദിത്തം വേണം. അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലോ, മിനിറ്റിന് അവര് വേണ്ട ഇവിടെ കിട്ടാതെ ഇന്ത്യയിൽ കിട്ടാത്ത ട്രീറ്റ്മെന്റ് വരെ അവിടെ എത്തിച്ചു കൊടുക്കൂലോ.